എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും വിഷുമായി സോമി യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നാളെ ഏറെ സവിശേഷമായ ഐശ്വര്യപ്രദവുമായ അത്തം ദിനമാണ് അല്ലേ? ചിങ്ങമാസത്തിലെ അത്തം നാളിലാണ് നാം ഓണാഘോഷങ്ങൾക്കൊക്കെ തുടക്കം കുറിക്കുന്നത്. എന്നാൽ കേവലം ഒരു ആഘോഷത്തിൻ്റെ തുടക്കം മാത്രമല്ല അത്തം ദിനം എന്നത്. ജ്യോതിഷപരമായും ആത്മീയമായും ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തുവാൻ അല്ലെങ്കിൽ ഭാഗ്യം കൊണ്ടുവരാൻ സാധിക്കുന്ന വളരെ പുണ്യമേറിയ ഒരു ദിവസവുമാണെന്ന് അത്തം ദിവസമെന്നത്. നിങ്ങൾ ഏറെ നാളായി ആഗ്രഹിക്കുന്ന ഒരു കാര്യം നടക്കാൻ, നിങ്ങളുടെ കുടുംബത്തിൽ വന്നു ചേർന്നിരിക്കുന്ന ദാരിദ്ര്യവും കടബാധ്യതകളും മാറി മഹാലക്ഷ്മിയുടെ കടാക്ഷം ഉണ്ടാകുവാൻ, അതുമല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു രാജയോഗം തെളിയാൻ നാളെ അത്തം ദിനത്തിൽ നാം ചെയ്യേണ്ട ലളിതവും എന്നാൽ അതീവ ശക്തിയുമുള്ള ചില കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പങ്കുവയ്ക്കുന്നത്. ഈ പറയുന്ന കാര്യങ്ങൾ കൃത്യമായി ചെയ്താൽ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ രീതിയിലുള്ള സാമ്പത്തിക പുരോഗതിയും മനസ്സമാധാനവും വന്നു ചേരും എന്നതിൽ യാതൊരുവിധ സംശയവുമില്ല. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ ഒട്ടും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണുവാൻ ശ്രമിക്കുക. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ഐക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുതേ കൂട്ടുകാരെ. സുഹൃത്തുക്കളെ, എന്തുകൊണ്ടാണ് അത്തം ദിനത്തിൽ ഇത്രയധികം പ്രാധാന്യം നൽകുന്നത് എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. ജ്യോതിഷപ്രകാരം 27 നക്ഷത്രങ്ങളിൽ 13ാമത്തെ നക്ഷത്രമാണ് അത്തം. ചന്ദ്രൻ അധിപനായിട്ടുള്ള ഈ നക്ഷത്രത്തിൻ്റെ ദേവത സവിതാദാവ് അഥവാ സൂര്യനാണ്. അതുകൊണ്ട് തന്നെ മനസ്സിൻ്റെ കാരകനായ ചന്ദ്രനെയും ആത്മാവിൻ്റെ കാരകനായ സൂര്യനെയും ഊർജം ഒത്തുചേരുന്ന ഒരു ദിനമാണ് അത്തം ദിനം. മാത്രമല്ല, ഐശ്വര്യത്തിൻ്റെയും സമൃദ്ധിയുടെയും പ്രതീകമായ മഹാലക്ഷ്മിക്ക് ഏറെ പ്രിയപ്പെട്ട ദിനങ്ങൾ ഒന്നുകൂടിയാണ് അത്തം. നാളെ ഈ പുണ്യദിനത്തിൽ നമ്മുടെ പ്രപഞ്ചത്തിലെ പോസിറ്റീവ് എനർജി വളരെയധികം കൂടുതലായിരിക്കും. ഈ സമയത്ത് നമ്മൾ ചെയ്യുന്ന ചെറിയൊരു സൽക്കർമ്മം പോലും 100 ഇരട്ടി നമ്മളിലേക്ക് തിരിച്ചെത്തും എന്നതാണ്. അതുകൊണ്ട് തന്നെ അത്തം ദിനത്തിൽ ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് രാജയോഗം വരെ ഉണ്ടാകുമെന്നാണ് പറയുന്നത്. നിങ്ങളുടെ ആഗ്രഹങ്ങൾ നടക്കാനും ലക്ഷ്മി ദേവിയുടെ കടാക്ഷത്തിനുമായി നാളെ രാവിലെ തന്നെ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. നാളെ രാവിലെ തന്നെ സൂര്യോദയത്തിന് മുമ്പ്, അതായത് ബ്രഹ്മമുഹൂർത്തത്തിൽ ഉണരാൻ ശ്രദ്ധിക്കുക. ഉണർന്നയുടൻ കൈവളകളിൽ നോക്കി കാരാഗ്രേ വസ്തി ലക്ഷ്മി എന്ന മന്ത്രം ജപിക്കുന്നത് നാളത്തെ ദിവസത്തെ കൂടുതൽ ധന്യമാക്കുന്നതായിരിക്കും. മഹാലക്ഷ്മി എപ്പോഴും കടന്നു വരുന്നത് വൃത്തിയുള്ളതും പ്രകാശപൂരിതവുമായ ഇടങ്ങളിലേക്കാണ്. അതുകൊണ്ട് തന്നെ നാളെ വീടും പരിസരവും, പ്രത്യേകിച്ച് പൂജാമുറിയും വീടിൻ്റെ പ്രധാന വാതിലും എല്ലാം വളരെ വൃത്തിയായി സൂക്ഷിക്കുക. രാവിലെ കുളി കഴിഞ്ഞ് ശുദ്ധിയായ ശേഷം വീട്ടിലെ തുളസിത്തറയിൽ അല്പം ജലം അർപ്പിക്കുകയും ചെയ്യുക. തുളസി ദേവിയെ വലം വെച്ച് പ്രാർത്ഥിക്കുന്നത് കുടുംബത്തിലെ നെഗറ്റീവ് എനർജിയെ മാറ്റുവാൻ സഹായിക്കുന്നതായിരിക്കും. ഇനി നമ്മൾ പറയാൻ പോകുന്നത് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറാനും കടങ്ങൾ വീട്ടാനും അത്തം ദിനത്തിൽ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചാണ്. നാളെ രാവിലെ അല്ലെങ്കിൽ സന്ധ്യാസമയത്ത് പൂജാമുറിയിൽ ലക്ഷ്മി ദേവിയുടെ ചിത്രത്തിന് മുന്നിൽ നിങ്ങൾ നെയ്യ് ഒഴിച്ച നിലവിളക്ക് കത്തിക്കുക. ലക്ഷ്മി ദേവിക്ക് ചുവന്ന പുഷ്പങ്ങൾ, സാധ്യമാകുമെങ്കിൽ താമരപ്പൂവ് അല്ലെങ്കിൽ ചുവന്ന റോസാപ്പൂവ് ഒക്കെ അർപ്പിക്കുന്നത് അതീവ ഫലപ്രദമെന്നാണ് പറയുന്നത്. അതിനുശേഷം ദേവിയെ മനസ്സിൽ ഉരുകി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ മന്ത്രം 108 തവണ ജപിക്കുക. ഓം ശ്രീം ഹ്രീം ക്ലീം മഹാലക്ഷ്മിയെ നമഃ. അതുമല്ലെങ്കിൽ നിങ്ങൾക്ക് ലളിതമായി ചൊല്ലാവുന്ന ഒരു മന്ത്രം ഓം മഹാലക്ഷ്മിയെ നമഃ എന്നും ജപിക്കാവുന്നതാണ്. നാളത്തെ ദിവസം ഈ മന്ത്രം ജപിച്ചാൽ നിങ്ങളുടെ വീട്ടിൽ ഒരിക്കലും ധനക്ഷാമം ഉണ്ടാകില്ല എന്ന് മാത്രമല്ല, അപ്രതീക്ഷിത കോണുകളിൽ നിന്ന് പോലും നിങ്ങൾക്ക് ധനലാഭം ഉണ്ടാകാൻ ഇത് കാരണമാകുന്നതായിരിക്കും. നിങ്ങൾക്ക് ഏറെ നാളായിട്ട് നടക്കാത്ത എന്തെങ്കിലും ആഗ്രഹമുണ്ടോ? ഉദാഹരണത്തിന് നിങ്ങൾക്കൊരു ജോലി വേണം,
അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു ബിസിനസ് തുടങ്ങണം, അല്ലെങ്കിൽ നിങ്ങളുടെ വിവാഹം നടക്കണം, എങ്ങനെ നിങ്ങളുടെ മനസ്സിൽ വലിയൊരു ആഗ്രഹം സഫലമാക്കുവാൻ അത്തം ദിനത്തിൽ ചെയ്യാവുന്ന ഒരു പ്രത്യേക പരിഹാരമുണ്ട്. നാളെ സന്ധ്യയ്ക്ക് നിലവിളക്ക് കൊളുത്തിയതിന് ശേഷം ഒരു ചെറിയ വെള്ളക്കടലാസ് എടുക്കുക. അതിൽ ചുവന്ന മക്ഷി ഉപയോഗിച്ച് നിങ്ങളുടെ ഒരു ആഗ്രഹം എഴുതുക. ഉദാഹരണത്തിന്, എനിക്ക് നല്ലൊരു ജോലി ലഭിക്കണം. അതിനുശേഷം ആ പേപ്പർ മടക്കി പൂജാമുറിയിൽ ലക്ഷ്മി ദേവിയുടെയോ അല്ലെങ്കിൽ നിങ്ങളുടെ പരദേവതയുടെയോ മുന്നിൽ ഈ പേപ്പർ വയ്ക്കുക. തുടർന്ന് അത്തം നക്ഷത്രത്തിൻ്റെ നാഥനായ സൂര്യഭഗവാനെയും ചന്ദ്രനെയും മനസ്സിൽ വിചാരിച്ച് പ്രാർത്ഥിക്കുക. ഈ കടലാസ് അടുത്ത 10 ദിവസം വരെ, അതായത് തിരുവോണം വരെ അവിടെ തന്നെ ഇരിക്കട്ടെ. തിരുവോണ നാളിൽ ഇത് എടുത്ത് ശുദ്ധമായ ജലാശയത്തിലോ അല്ലെങ്കിൽ ആരും ചവിട്ടാത്ത മണ്ണിലോ അത് നിക്ഷേപിക്കാം. പൂർണ്ണമായ വിശ്വാസത്തോടെ നിങ്ങൾ ഇത് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ആഗ്രഹം എത്രത്തോളം ആണോ അത്രത്തോളം വേഗത്തിൽ തന്നെ സാധ്യമാകുന്നതായിരിക്കും. ജ്യോതിഷത്തിൽ പറയുന്ന മറ്റൊരു പ്രധാന കാര്യം, നമ്മൾ കൊടുക്കുന്നത് എന്തോ അത് നമുക്ക് തിരിച്ചു ലഭിക്കുള്ളൂ എന്നതാണ്. അത്തം ദിനത്തിൽ നടത്തുന്ന ദാനധർമ്മങ്ങൾക്ക് ഇരട്ടി ഫലമാണ് നമ്മൾക്ക് ലഭിക്കുക. നാളെ സാധ്യമെങ്കിൽ വിശക്കുന്ന ആർക്കെങ്കിലും ഒരു നേരം ഭക്ഷണം വാങ്ങി നൽകുക. പശുക്കൾക്ക് പഴമോ പുല്ലോ ഒക്കെ നൽകുന്നത് നിങ്ങളുടെ ജാതകത്തിലെ വ്യാഴത്തിൻ്റെ സ്വാധീനം വർദ്ധിപ്പിക്കുകയും രാജയോഗത്തിലേക്ക് നയിക്കുകയും ചെയ്യുന്നതായിരിക്കും. പാവപ്പെട്ടവരെ സഹായിക്കുന്നതിലൂടെ മഹാലക്ഷ്മിയുടെ അനുഗ്രഹം നിങ്ങളുടെ കുടുംബത്തിന് എപ്പോഴും ഉണ്ടായിരിക്കുന്നതായിരിക്കും. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നാളത്തെ അത്തം ദിനം വെറുതെ കളയാതെ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലെ സൗകര്യത്തിനനുസരിച്ച് ചെയ്യാൻ ശ്രമിക്കുക. ഓർക്കുക, വിശ്വാസമാണ് എല്ലാം. പൂർണ്ണ ഭക്തിയോടുകൂടിയും വിശ്വാസത്തോടു കൂടി വേണം ഇതൊക്കെ ചെയ്യാൻ. നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ പാരാപ്തങ്ങളും മാറി ഐശ്വര്യവും സമൃദ്ധിയും രാജയോഗവും വന്നു ചേരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാരിലേക്കും ബന്ധുക്കൾക്കും കൂടി ഷെയർ ചെയ്യുകയും ചെയ്യുക. മറ്റൊരു പ്രധാനപ്പെട്ട അറിവുമായി അടുത്ത വീഡിയോയിലൂടെ നമുക്ക് കാണാം. നന്ദി, നമസ്കാരം, ശുഭദിനം.